கண்ணை நம்பாதே உன்னை ஏமாற்றும் நீ காணும் தோற்றம் உண்மை இல்லாதது அறிவை நீ நம்பு உள்ளம் தெளிவாகும் அடையாளம் காட்டும் பொய்யே சொல்லாதது கண்ணை நம்பாதே உன்னை ஏமாற்றும் நீ காணும் എൻ്റെ ആകെ ഉള്ളൊരു സമ്പാദ്യമാണിത്. 2-3 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് തിരിച്ചു തരണം. അതങ്ങനല്ല, അത് തെറ്റി. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, അത് 2-3 മാസം കൊണ്ട് തന്നെ തിരിച്ചു തരാം എന്നുള്ളത് ഇവിടെ പറയാം കേട്ടോ. എൻ്റെ ആകെ ഉള്ളൊരു സമ്പാദ്യമാണിത്. 2-3 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് തിരിച്ചു തരണം. 2-3 മാസം ഒന്നും ആവില്ല, ഞാൻ 1 മാസം കൊണ്ട് തന്നെ തിരിച്ചു തരാം കേട്ടോ. എൻ്റെ മോളെ ആഭരണമാണിത്, അത് കല്യാണം നിശ്ചയിച്ചതാണ്, പെട്ടെന്ന് തന്നെ തരണം. അതെ, നിങ്ങള് നേരെ ഞാൻ അങ്ങോട്ട് പോവാ കേട്ടോ. നിങ്ങള് അതേക്കും നേരെ ഇങ്ങോട്ട് പോവാ. ഓക്കെ. എന്താ 1 മാസം കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ കൊടുക്കാത്തത് എന്ന് നിങ്ങൾ ചോദിക്കണം. അപ്പൊ നിങ്ങൾ ആരാത് ചോദിക്കാനേ എന്നുള്ള നിങ്ങൾ പറയണം. അല്ല, നിങ്ങൾ എന്താ കണ്ടുള്ളൂ? നീ ആരാ ചോദിക്കാന്? എന്താ അളിയാനാണത്? കാൽജാക്കന്റെ അളിയനായിരുന്നു. അങ്ങനല്ല, അതൊന്നും കൂടി പറഞ്ഞു. ഞാൻ എന്താ 1 മാസം കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ ഞങ്ങൾ പൈസ കൊടുക്കാൻ, നിങ്ങൾ ഇതുവരെ കൊടുക്കാത്തത്? നീ ആരാ ചോദിക്കാന്? എന്റെ അളിയാനാണത്. എന്താ നിങ്ങൾ തെറ്റിക്കണം? നിങ്ങൾ ഡയലോഗ് പറഞ്ഞ് കുറച്ചുകൂടി ക്ലാരിറ്റി പറയണം കേട്ടോ. എല്ലാ പൊയ്യങ്ങടാ, ഞാൻ അങ്ങോട്ട് കുറച്ച് സാധനം വാങ്ങാൻ. അപ്പൊ ഇതൊന്നും അറിയില്ല. എന്ത്? ഇവിടെ വലിയ ഷൂട്ടിങ് നടക്കണ്ടേ? എവിടെ പോയിന്റ് ആണ്? പോയിന്റ് അവിടെ. ആരാണ് നടന്മാരൊക്കെ? ഭീമലോകുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ള ആൾക്കാരെ. ഭീമലേക്ക് വരികയാണെങ്കിൽ ഇന്നോട് പറയാൻ നോക്കില്ല. ഭീമലോകുണ്ട്. എന്താ ഞാൻ അഭിനയിക്കാൻ വന്നാണ്. ഞാൻ ബാപ്പു എന്നെ എല്ലാ സിനിമാടന്മാരും അറിയില്ല. ബാപ്പുവിനെ നിങ്ങളെ മാത്രം അറിയില്ല. നിങ്ങളെ ചെറിയ റുക്കണ ഫിലിമും കൊണ്ട് വന്നു കണ്ട് വേറെ എന്നറിയില്ലേ? അതിന് ആരുന്നാളാണോ നിങ്ങള് ഇതൊന്ന് ഭംഗിയാക്കട്ടത്? നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന് അഭിനയിക്കാതെ ഇവിടെ നിർത്താൻ പറ്റില്ല, ഇവിടെ ഒന്നും തുടങ്ങാൻ പറ്റില്ല. കാരണം ബാപ്പു ഇല്ലാത്തൊരു സംഭവം ആൾക്കില്ല. സാറ് ഒന്ന്
എന്താ ഡയറക്ടർ എന്താ അവിടെ നടക്കണ്ടേ? എന്താ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയാം? നിങ്ങൾക്ക് എന്തൊക്കെ അറിയില്ല? ഞാൻ ഇതിന് മുമ്പ് സിനിമയിൽ അഭിനയിച്ചാണ്. പ്രഭുദേവൻ അറിയുന്നത് പ്രഭുദേവക്ക് ഡാൻസ് പഠിപ്പിച്ചത് ഞാനാണ്. ഇപ്പതാ ഞാൻ കഴിഞ്ഞ ആഴ്ച ഗൾഫ് പോയപ്പോ അവിടെ അറബി ഒരു പടക്കുണ്ട്, അറബിയിൽ സ്പൈഡർമാൻ. അപ്പൊ നിങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറയണേ, ഞാൻ അഭിനയിക്കാതെ ഇവിടെ ഒന്നും മിസ്റ്റർ, ഇത് ചെറിയ ടെലിഫിലിമാണ്. എന്ത് പടം ആയിക്കോട്ടെ, ഇത് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് റോളില്ല. ഇന്ന് ഇവിടെ ഷൂട്ട് കാണിക്കണമെങ്കിൽ എല്ലാരും പറഞ്ഞോളി. ഞാൻ പോവില്ല, എനിക്ക് നീക്കണം. കാരണം ഞാൻ പോകില്ല. നമ്മുടെ ഷൂട്ടിങ് ഉണ്ടെങ്കിൽ അതിന് ഞാൻ വാപ്പില്ലാത്ത ഷൂട്ടിങ്ങും ഇല്ല. എന്ത് കറ്റോട്ടെ, ഇജാണ് എന്നോട് കറ്റോട്ടെ. നമ്മളെ നാട്ടിൽ കളിക്കുന്ന കാര്യമാവില്ല. ഇത് എന്റെ വാപ്പാനോട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു റോൾ നമുക്ക് കൊടുക്കാലോ, നമുക്ക് തന്നെ ഒഴിവാക്കാൻ വേണ്ടി. അതായത് നമുക്ക് വളരെ സാമ്പത്തിക നഷ്ടമാണ്. ക്യാമറ നമുക്ക് വെറുതെ ഇതൊന്നും വേണ്ട, റോളൊന്നും വേണ്ട, വെറുതെ ഒന്ന് അഭിനയിപ്പിക്കുക, വെറുതെ പറഞ്ഞാൽ മതി, വെറുതെ അഭിനയിക്കട്ടെ. നിങ്ങൾ ഇതിന്റെ മുന്നേ അഭിനയിച്ചിട്ടുണ്ടോ? ഞാൻ എത്ര മാസം അഭിനയിച്ചിട്ടുണ്ട്. അഭിനയിക്കാൻ അറിയോ? അഭിനയിക്കാൻ അറിയും. ഞാൻ ഇപ്പൊ ഇതിന്റെ അടിയിൽ ഗൾഫില് അറബിനെ കണ്ടിട്ട് അവിടെ ഒരു അറേബ്യൻ പിന്നെ ഒരു പടം എടുക്കണ്ടായിട്ട് വരണം. അതിന്റെ പേര് സ്പൈഡർമാൻ ആണ്. എടാ വാപ്പു ഈ കഴിച്ചിലായത് ഷൂട്ടിങ്ങിലൊക്കെ എന്നെ എടുത്തല്ല. ഇവിടെ നമ്മള് സൗണ്ട് ഞാനിപ്പോ നിങ്ങൾക്കുള്ള ഡയലോഗേ എല്ലാം അറിയാന്നുള്ള ഒരു അഹങ്കാരം ഉണ്ടല്ലോ, അത് ആപത്താണ്. അത് നിങ്ങൾ പറയണം. അത് പറയാം കേട്ടോ. ബാക്കി ഡയലോഗ് നിങ്ങൾ പറയാം കേട്ടോ. അതായത് എല്ലാം നിങ്ങൾക്ക് അറിയാം എന്നുള്ളൊരു അഹങ്കാരം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആപത്താണ്. ശരിയാ ശരിയാ ശരിയാ. നിങ്ങളെ സീന് കഴിയുന്നിട്ട് ബാക്കി നമുക്ക് നാളാക്കാം. ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. നിങ്ങൾ നാളെ നേരത്തെ വരും. നമുക്ക് ആ മറ്റേ സീൻ ഉണ്ടല്ലോ ഇപ്പൊ എടുക്കാം കേട്ടോ. പിന്നെ നാളെ നമുക്ക് ഇവിടെ നിന്ന് ഷൂട്ട് പാലക്കാടല്ലേ. ഇതിനു മുമ്പ് നിങ്ങൾ ഏത് പടത്തിലാണ് അഭിനയിച്ചത്? ഞാൻ കുറെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിലിപ്പോ നാട്ടിൽ പറഞ്ഞത് ഞാൻ സ്പൈഡർമാനിലിപ്പോ ഗൾഫിൽ നിന്ന് അഭിനയിച്ചു വരികയാണ്. അതിലെങ്ങനെ എനിക്ക് ചാൻസ് കിട്ടി? ഞാൻ ഉണ്ടല്ലോ അവിടെ ബിൽഡിങ്ങിന്റെ മുകളിൽ പെയിന്റ് അടിച്ചിട്ട് പണി, നല്ല ഉയരല്ലേ, വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ ഇങ്ങനെ പെയിന്റ് അടിച്ച് മറ്റും നമുക്ക് ചാടി 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 ഇങ്ങനെ പെയിന്റ് അടിച്ച് പോണത് അവിടെ താഴത്തുനിന്ന് ആൾക്കാർ കണ്ടു. ഒരു ഷെയ്ക്കിനോട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ പെയിന്റ് അടിച്ച് ഇങ്ങനെ ബിൽഡിംഗ് ഒന്ന് ചാടി പോകണ്ടേന്ന്. അങ്ങനെ ഷെയ്ക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മളുടെ ചങ്ങായി ഒരു ഇംഗ്ലീഷ് പടലത്തിന്റെ റിമേക്ക് ചെയ്യുന്നുണ്ട്, അതായത് സ്പൈഡർമാൻ ചെയ്യേണ്ടത്. സ്പൈഡർമാൻ ഇംഗ്ലീഷ് അല്ലേ? ഇത് പണ്ട് ഇംഗ്ലീഷ്, അത് ഇംഗ്ലീഷ് ഹോളിവുഡ് പടല്ലേ. ഇത് ഹോളിവുഡ് അല്ല, ഇത് അറബി വുഡ്. അതിലുള്ള ഇംഗ്ലീഷ് ഞാനാണ് അഭിനയിച്ചത്. അപ്പൊ അതില് സ്പൈഡർമാൻ അതിന്റെ അഭിനയിക്കാൻ എന്നെ തന്നെ കിട്ടണം എന്നാണ്. ഞാൻ എന്ത് ചെയ്യാ, ഞാനൊരാളല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് അറബിനെ ചെന്ന് കണ്ടു. ഷെയ്ഖൊക്കെ വന്ന് എല്ലാവരും കൈയൊക്കെ കൊടുത്ത് അടുത്ത സംവിധായകൻ എൻ്റെ അറബി സംവിധായകനാ എല്ലാം വിളിച്ചെത്തി എങ്ങനെ സ്പൈഡർമാൻ ചാടിനെ വെച്ചാണ്ട് ആ ഒരു സീൻ ഞാൻ നല്ല ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ എന്നെ കൊണ്ട് വിചാരിച്ചുള്ളത്? ഇപ്പൊ ആപ്പുവാണേ വേറെ ആരുമല്ല. വേറെന്തൊക്കെയാ ഡാൻസ് അറിയാം? ഡാൻസ് അറിയും. ഡാൻസ് ഒക്കെ ഞാൻ നല്ല വണ്ണം കളിച്ചു. ഈ പ്രഭുദേവക്ക് ഡാൻസ് പഠിപ്പിച്ചത് ആരാണ്? അങ്ങനെ ചെയ്യുന്നത് ഞാനാ. പ്രഭുദേവക്ക് ഡാൻസ് പഠിപ്പിച്ച പ്രഭുദേവക്ക് അത് നിങ്ങള് ഡാൻസ് പഠിപ്പിച്ചു. പിന്നെ ഞാൻ ഡാൻസ് ഒക്കെ നല്ല കൈകാര്യം ചെയ്യുന്ന ആളാണ്. എല്ലാതരം ഡാൻസും ഞാൻ ചെയ്യും. ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും. ഡാൻസ് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യലേ? ഗ്രൂപ്പ് ഡാൻസ് ഒരു ഗ്രൂപ്പായിട്ട് കളിക്കണമല്ലേ? പണ്ട് അങ്ങനെയാണ്. ഇപ്പൊ ടെക്നോളജി ഒക്കെ മാറിയില്ലേ. ഇപ്പൊ AI യുഗാണ്. അപ്പോ
ഇവിടെ ക്യാമറന്റെ ട്രിക്കാണ്. ഇങ്ങനെ നിരത്തി വെക്കും ഒരാളെ തന്നെ വെച്ചിട്ട്, എന്നിട്ട് പല ഡ്രസ് മാറ്റി കൊടുക്കും എല്ലാവർക്കും. അപ്പൊ പെട്ടെന്ന് അറിയില്ല. എന്നിട്ട് അത് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഡാൻസ് ഒന്നിച്ച് കാലത്തിനൊത്ത് സഞ്ചരിക്കണ ഓരോ കലാകാരന്മാർ. ഇതൊക്കെ വേറെ ആരും കണ്ടുപിടിച്ചിട്ടില്ല. ഞാനാണ് ഇതിന്റെയൊക്കെ ടെക്നിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഏത് അറബി സംവിധാനമായിക്കോട്ടെ. അപ്പൊ നിങ്ങൾ അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ചെറിയ ദുഃഖട പാട്ട് നമുക്കൊരു അവസരം തരുന്നു. ഏതായാലും ഈ സീനൊന്ന് കഴിഞ്ഞോട്ടെ, ആ എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. തൽക്കാലം അവിടെ നിന്ന് മാറി. ഇയാള് എന്താണിത്? പിന്നെ ശല്യാലോ ഒന്ന് ഒഴിവാക്കിയാ ഇങ്ങനെ ഓരോന്ന് കുഴി കിടക്കട്ടെ.